ഇപ്പം നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി കറിയാട്ടോ. ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണേ. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ ചക്കക്കുരുവാണേ. അപ്പോൾ ഇത് പൊളിക്കാതെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം പൊളിക്കുമ്പം ഫ്രഷൊക്കെ ആയിട്ട് കിട്ടുവാണെങ്കിൽ പൊളിക്കുമ്പം ഈ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നനവുണ്ടെങ്കിൽ ഈ പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഒരു ഐഡിയ ഉണ്ട്. അതൊന്ന് കുക്കറിൽ ഒരു 5-6 വിസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ ഒന്ന് തെറ്റിച്ചാൽ തന്നെ ഇതിൽ തൊലി ഇങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ബ്രൗൺ കളർ തൊലി ഇത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. അപ്പം ഒരു 6 വിസിൽ വെച്ചിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇന്ന് ചക്കക്കുരു മാങ്ങ മുരിങ്ങ കറിയാണ്. അപ്പോൾ അതിന് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് മുരിങ്ങയ്ക്കാണ് കേട്ടോ. ഇതാ അപ്പോൾ 2 മുരിങ്ങയ്ക്ക ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിക്കുക. ഒരു 7-8 വിസിൽ വേണ്ട വരും. അപ്പോഴത്തേക്കും ആകുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ. സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെക്കുവാണേ. അടച്ച് ഇതങ്ങനെ ഒരു 6-7 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരുക്ക് വെന്തു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനിതിനുള്ള അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ വേണ്ട, കഷ്ടി ചെറിയൊരു മുറി, ഒരു 2 വെളുത്തുള്ളി അല്ലി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, അത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അത് കുറച്ച് കൂടുതലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുക. പിന്നെ കാന്താരി കേട്ടോ, ഒരു 8-10 കാന്താരി, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, അത്രയാണേ. അതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ കാന്താരി നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി ചീഞ്ഞ് കൂട്ടോ. അപ്പോൾ അതിനൊരു ടിപ്പുണ്ട്. ഇതെടുത്ത് കണ്ടോ, എടുത്തതിൻ്റെ ബാക്കി ഞാനിങ്ങനെ ഒരു കവറിൽ ഇട്ട് വെക്കും കേട്ടോ. പേപ്പർ കവറിൽ അങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി ഇവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിരിക്കും കേട്ടോ. പഴുത്തതും പച്ച എല്ലാം കൂടി ഇങ്ങനെ ഉണങ്ങിയിരിക്കും. അപ്പം അങ്ങനെ ഒരു ടിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ബാക്കിയുള്ളത് ചിലപ്പോൾ ചീഞ്ഞൊക്കെ പോകാൻ ഇടയുണ്ട്. ഇത് അവിടെ ആകുമ്പോൾ പച്ചയാണെങ്കിലും പഴുത്താണെങ്കിലും നന്നായിട്ട് ഉണങ്ങിയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായും ഒന്ന് ചീകി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരൊക്കെ വെന്തിട്ടുണ്ട്. ചൂടായതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ടു കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പാഴ ഇങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് കളർ നമുക്ക് ഈ സ്കിന്നിൽ ഇത് കളയണ്ട. ഇതാണ് ഹെൽത്തി. അപ്പം ഇത് തണുക്കട്ടെ. അപ്പോഴത്തേക്കും ചക്കക്കുരു എന്നിട്ട് മിക്സിക്കകത്തേക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും തവി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താലും മതി. അപ്പോഴത്തേക്കും മുരിങ്ങയ്ക്കയും മാങ്ങയും ഒന്ന് വേവിച്ചെടുക്കണം. ആ ചക്കക്കുരു വെന്ത വെള്ളമാണ് ഞാൻ ഈ മാങ്ങയ്ക്ക് ഒഴിക്കുന്നത്. മുരിങ്ങയ്ക്ക പിന്നെ ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ വെന്ത് അല്ലാണ്ടായി പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഞാനിവിടെ ഇതെല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇങ്ങനെ ഒരു ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സിക്കകത്തേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൊടിയാത്തത് കേട്ടോ. ഞാനിവിടെ എല്ലാം കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ വേവാത്തതല്ല, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാത്തത്. അത് വേവ് നല്ലോണം ചക്കക്കുരുവാണ്. ഒരു 2-3 വിസിലും കൂടെ കൂട്ടി വെച്ചാൽ മതി. അപ്പം നല്ലോണം പൊടിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ ചിലർക്ക് കടിക്കുന്ന ഇഷ്ടമാണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് അധികം പൊടിച്ചെടുക്കണ്ട കേട്ടോ. ഇപ്പോൾ മാങ്ങ വെന്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുവാണേ. നാടൻ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് അധികം വേവൊന്നുമില്ല. വിസിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് അതിൻ്റെ നാരൊക്കെ സെപ്പറേറ്റായി പോവും. അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് വെന്ത് കിട്ടും. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. നോക്കാം എന്തോന്ന്. അപ്പോൾ
മുരിങ്ങയ്ക്ക് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരപ്പും കൂടി ചേർത്ത് വേവിക്കാനുള്ളതാണേ, അതുകൊണ്ട് അധികം വേവിക്കുന്നില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുവാണേ. ഇനി പൊടിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കുക. ഇത് മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിതാ ഒന്ന് മിക്സാക്കാം. എന്നിട്ടിനി അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തേക്ക്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് ചെറിയ കുക്കറായതുകൊണ്ട് തന്നെ നിറച്ചുണ്ട്. ചക്കക്കുരു ആകുമ്പോൾ കുറച്ച് നല്ല കൊഴുപ്പുണ്ടല്ലോ. തിളച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുറുകും. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് ലൂസായിട്ട് വേണം ഇരിക്കാൻ. കുറച്ചും കൂടെ ഉപ്പും ചേർത്ത് ഇതൊന്ന് തിളയ്ക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവായിരുന്നേ, അതുകൊണ്ട് ഉപ്പ് ചേർത്തു. മാങ്ങ ഇട്ടുകൊണ്ട് തന്നെ ഉപ്പ് നന്നായിട്ട് വേണം, അല്ലെങ്കിൽ പിടിക്കില്ല. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഇപ്പോൾ ഇത് ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കോരി നോക്കുമ്പോൾ ഈ പാകമായിരിക്കണം ലൂസ്. കുറച്ച് ലൂസ് വേണം. കറി തണുക്കുമ്പം അല്ലെങ്കിൽ ഇരിക്കും തോറും അത് കുറുകി വരും. അതുകൊണ്ട് ഒത്തിരി ടൈറ്റായാലും വല്ലാണ്ട് കുറുകി പോകും കേട്ടോ. അപ്പോൾ ഇനി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇനി കടുക് പൊട്ടിച്ച് ചേർത്താൽ മതിയേ. ജസ്റ്റ് ഒന്നുകൂടി തിളക്കട്ടെ. ഇതാ ഇപ്പോൾ അരപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. നിറച്ച് ഉള്ളതുകൊണ്ട് തന്നെ തിളച്ച് പോകും. അതുകൊണ്ട് ഒരു തവി ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പൊങ്ങി അങ്ങ് പോകില്ല കേട്ടോ. അല്ലെ ഇപ്പോൾ ഇത് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ മുഴുവനായതിനെ. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അത് വാങ്ങിയിട്ട് കടുക് പൊട്ടിക്കാൻ നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്നുണ്ട്. ഇതാ കടുക് പൊട്ടിക്കാനുള്ള സംഗതിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ സവോളയാണ്, കറിവേപ്പില, പിന്നെ 2 വറ്റൽമുളക്. ഇതാ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുത്തു. ഇനി സവോള ഇട്ടു. ഇപ്പോൾ ഇത് സവോള നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. സവോള മൂത്ത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇടാവുള്ളേ, അല്ലേ വേഗം കരിഞ്ഞു പോകും വറ്റൽമുളക്. ഇതാ അതിട്ടു. ഇനി കറിയിലോട്ട് ചേർത്ത് കൊടുക്കും. മൂടി വെക്കണം കേട്ടോ, അത് അതിൻ്റെ സ്മെല്ലെല്ലാം അങ്ങ് പോവേ. ഇനിയിപ്പം ലാസ്റ്റ് ഒരു സംഗതി ഇവിടെ ചേർക്കാനുണ്ട്. ഉലുവാപ്പൊടിയാണ് കേട്ടോ. അത് ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. അത് ചേർത്തൊന്ന് ഇളക്കിയെടുക്കും. അപ്പോൾ കറി ഇതാ ഇവിടെ നല്ല അടിപൊളി കറിയാണ്. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ കറി മതി കേട്ടോ. ഒരു കലം ചോറിനാൻ വേറെ ഒരു കറിയും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.